أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بسم الله الرحمن الرحيم. والله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. قال الله عز وجل. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, മറ്റു സഹപ്രവർത്തകരെ, സഹയാത്രികരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും കുറിച്ച് മനസ്സിലാക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി ദീനിനെ കുറിച്ച് പഠിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ നമ്മൾ തുടങ്ങി വെച്ച ഹദീസ് പഠന ക്ലാസ് ഇന്ന് ഏകദേശം 47-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിന് ഒട്ടനവധി ആളുകളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കവരോടൊക്കെ പറയാനുള്ളത്, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിക്കാനുള്ള ഒരു പ്രാഥമിക ഘട്ടമായി ഇതിനെ കണ്ടുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞതൊന്നുമല്ല ഇസ്ലാമിൻ്റെ വിജ്ഞാനം വളരെയേറെ വിശാലമാണ്. ആ വിശാലതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നശ്വരമായ ജീവിതത്തിൽ നമുക്കുണ്ടാകുക ദീൻ പഠിച്ചതായിരിക്കും. ദീൻ പഠിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതിന് വളരെയേറെ പ്രതിഫലമാണ്. നമുക്കറിയാവുന്നതാണ്, വിജ്ഞാനമുള്ളവരുടെ അടുത്തേക്ക് ഇബ്ലീസ് പോലും എടുക്കുന്നതല്ല എന്നുള്ളത്. സഹോദരങ്ങൾ, അതുകൊണ്ട് വിജ്ഞാനം അത് കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ ഏതറ്റം വരെ പോകണമെങ്കിൽ ആ അറ്റം വരെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. നിശ്ചലമായ ലോകത്ത് ജീവിക്കാൻ വേണ്ടി, ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാമോ വിദ്യാഭ്യാസങ്ങൾ പഠിക്കുന്നു, ഏതെല്ലാമോ ടെസ്റ്റുകൾ എഴുതുന്നു. പക്ഷേ സഹോദരങ്ങളെ, നാളെ പരലോക ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്, പരലോകത്തെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മളെന്ത് നേടി, നമ്മളെന്ത് പഠിച്ചു, അതിനുവേണ്ടി ചെയ്യാനുള്ള അമലുകളെക്കുറിച്ച് നമ്മൾ എന്ത് പഠിച്ചു? എൻ്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ ഹദീസുകൾ ഞാൻ എത്ര നോക്കി, നമ്മൾ കണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ഹദീസുകൾ കണ്ടോ? മരണസമയത്തും തൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കിയോ? അതിനെക്കുറിച്ച് പഠിച്ചോ?
അതിനെക്കുറിച്ച് ഒരു വേളയെങ്കിലും മനസ്സിലാക്കാൻ നാം ആരെങ്കിലും ശ്രമിച്ചോ? നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടവരാണ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് മദീനയിലെ മസ്ജിദുൽ ഖുബയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. മസ്ജിദുൽ ഇജാബയിൽ ഇരുന്നു കൊണ്ട് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ. മസ്ജിദുൽ ഇജാബയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ 3 പ്രാർത്ഥന നടത്തി. 2 പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. 3ാമത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല. ആ 3ാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയുമോ? എൻ്റെ സമുദായത്തിൽ നീ ഭിന്നിപ്പുണ്ടാക്കല്ലേ തമ്പുരാനെ എന്നായിരുന്നു. പക്ഷേ അതിന് അല്ലാഹുവിന്റെ ഉത്തരം ലഭിച്ചില്ല. സഹോദരങ്ങളെ ചിന്തിക്കുക, ഇന്ന് നമ്മുടെ സമുദായത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് വന്നു പോകുന്നില്ലേ? സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകരുത്. ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഓരോ മഹല്ലത്തിലും നമ്മുടെ പ്രവർത്തകരെ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ അതുകൊണ്ട് ചിന്തിക്കുക. ദീനീ വിജ്ഞാനം പഠിക്കുക എന്നുള്ളത്, ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? പോരാ, അത് ജീവിതത്തിലേക്ക് പകർത്തണം. ജീവിതത്തിലേക്ക് പകർത്തിയാലും പോരാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മൾ പഠിക്കണം, പഠിച്ചത് ജീവിതത്തിൽ പകർത്തണം, പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹദീസ് പറഞ്ഞിരുന്നു. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ, ചില മനുഷ്യർ 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊരു വിഭാഗം എങ്ങനെയാണ് ഒരു മഴ വർഷിച്ചാൽ ആ മഴയെ ഭൂമി സ്വീകരിക്കും. എന്നിട്ട് ആ വെള്ളം ഭൂമി സ്വീകരിച്ച ശേഷം അതിൽ നിന്നിങ്ങനെ പല വൃക്ഷച്ചെടികളും പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആ വൃക്ഷച്ചെടികളിൽ നിന്ന് പല ആളുകൾക്കും ഉപകാരപ്പെടും, ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. കൃഷി ചെയ്യുന്ന നല്ല മനോഹരമായ സ്ഥലമെന്ന് സൂചിപ്പിച്ചോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കൃഷി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്ക് വെള്ളം വർഷിക്കുന്നു, ഭൂമി അതിനെ സ്വീകരിക്കുന്നു. അവിടെ കൃഷി വിത്തുപാകിയിരിക്കുന്ന വിത്തുകളൊക്കെ അങ്ങ് മുളച്ചിട്ട് ആ വിത്തുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് പല വൃക്ഷങ്ങളൊക്കെ ആളുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ കിളികൾ വരുന്നു, മറ്റു ജീവികൾ വരുന്നു, എല്ലാവരും ഒന്ന് വിശപ്പടക്കി പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് നമ്മൾ മാറണം. എങ്ങനെയാണത്? വിജ്ഞാനത്തെ കരസ്ഥമാക്കണം. വിജ്ഞാനമങ്ങ് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കണം, നമ്മുടെ മനസ്സിലേക്ക് അത് ഏറ്റെടുക്കണം. എന്നിട്ടാ വിജ്ഞാനത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം. നമ്മുടെ വിജ്ഞാനത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം. നമ്മൾ ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ട് പരിപോഷിപ്പിക്കണം. പോരാ, അറിഞ്ഞതിന് മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും വേണം, വീതിച്ചു കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ. അതാണ് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും നല്ല മഹത്വം. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. എന്താണ് ആ വിഭാഗം? എങ്ങനെയാണ് ആ വിഭാഗം? അതിൻ്റെ ഉപമയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉപമ. ആ ഉപമ പറഞ്ഞത് എങ്ങനെയാണെന്നറിയുമോ? സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക. ആ ഉപമ, ഒരു പാറക്കെട്ട്, ആ പാറക്കെട്ടിലേക്ക് വെള്ളം വീഴുന്നു, മഴ വർഷിക്കുന്നു. ആ മഴവെള്ളം ആ പാറക്കെട്ട് മാത്രം സംഭരിച്ചു വെക്കുന്നു. പക്ഷേ അതുകൊണ്ട് ആ പാറക്കെട്ടിന് ഒരുപക്ഷെ അതിൽ നിന്ന് വെള്ളം മറ്റ് ജനങ്ങളോട് കൊണ്ടുപോയേക്കാം. പക്ഷേ ആ പാറയ്ക്ക്, ആ ഭൂമിക്ക് അതൊരു ഉപകാരവുമില്ല. അത് ഉപകാരമില്ലാതായിട്ട് ആ വെള്ളം പാഴായി പോകുന്നൊരവസ്ഥ. അല്ലെങ്കിൽ അവർ മാത്രം ആ വെള്ളം ജനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ മാത്രം സ്വീകരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകളുള്ള ഭൂമിയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില ആളുകൾക്ക് വിജ്ഞാനമുണ്ടാകും. അദ്ദേഹം ആ വിജ്ഞാനം അദ്ദേഹം മാത്രം എടുക്കും, അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് മാത്രം കൊടുക്കുകയും അദ്ദേഹം അത് നടപ്പിൽ വരുത്താതിരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എങ്ങനെയാണ്? ചെരിഞ്ഞ പാറക്കെട്ടിലേക്ക് മഴ വർഷിച്ചാൽ ആ മഴ അങ്ങനെ ഒഴുകാണ്ട് പോകും.
അത് അവിടെ സ്വീകരിക്കില്ല. മഴവെള്ളം അങ്ങോട്ട് താഴോട്ട് പോവുക തന്നെ ചെയ്യും. ആ ഭൂമിക്ക് അത് സ്വീകരിക്കാൻ സാധ്യമല്ല. എന്ന പോലെ തന്നെ ചില ആളുകളുണ്ട്. ആ ആളുകളിൽ വിജ്ഞാനം ഇങ്ങനെ കേൾക്കും, പക്ഷെ അവരത് സ്വീകരിക്കുകയുമില്ല. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയുമില്ല. അതിങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കും. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വിടുക എന്ന് നമ്മൾ പറയാറില്ലേ? എന്ന പോലെ തന്നെ അത് ആ വിജ്ഞാനം കേട്ട വിജ്ഞാനം കൊണ്ട് യാതൊരു ഉപകാരവുമില്ലാതെ ആയിത്തീരുന്ന ആളുകളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണ് നാം എല്ലാവരും പെടേണ്ടത്. വിജ്ഞാനം പഠിക്കണം, വിജ്ഞാനം അറിയണം. വിജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ വിജ്ഞാനം പരിപോഷിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം അത് പകർത്തണം. എന്നിട്ടത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് മനോഹരമായ മാതൃക. ആ മാതൃകയായിരിക്കണം നാം പിന്തുടരേണ്ടത് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കണം. പുണ്യപ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളായിരിക്കുന്ന ഹദീസുകൾ, അതും നാം പഠിക്കണം. അതും നാം പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്ന് നമുക്ക് പറയാനുള്ളത് അധ്യായം 233 ഹജ്ജിനെ കുറിച്ചാണ് പറയാനുള്ളത്. അധ്യായം 233 ഹജ്ജ്. അല്ലാഹു പറഞ്ഞു, ഞാൻ നേരത്തെ ഓതിയ അല്ലാഹു അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സംബന്ധമായും കഴിവുള്ളവൻ ആ പുണ്യഗേഹത്തിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള കടമയാണ്. ആരെങ്കിലും ഈ പരമാർത്ഥം നിഷേധിക്കുകയാണെങ്കിൽ അതവൻ അനുഭവിക്കും. കാരണം അള്ളാഹു നിരാശ്രയനാണ്. ആല ഇമ്രാനിൽ 97. ഹജ്ജിന് ശേഷിയുള്ളവർ അത് ചെയ്യാതിരുന്നാൽ സത്യനിഷേധിയായി മരണപ്പെടാൻ ഇടവരുമെന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് പോകാൻ കഴിവുള്ളവരൊക്കെ ഹജ്ജ് നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രധാനമായ 5 സ്തംഭങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും സാക്ഷ്യം വഹിക്കുക. 2, നിസ്കാരം നിർവഹിക്കുക. 3, സക്കാത്ത് കൊടുക്കുക. 4, കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക. 5, റമളാൻ മാസം നോമനുഷ്ഠിക്കുക. ബുഖാരി 1:46 47 മുസ്ലിം 16 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രസംഗത്തിൽ ഞങ്ങളെ ഉത്ബോധിപ്പിച്ചു, ജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫറലാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ? അയാൾ ആ ചോദ്യം 3 പ്രാവശ്യം ആവർത്തിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ദീക്ഷിച്ചു. പിന്നെ പറഞ്ഞു, അതേ എന്ന് ഞാൻ പറയുന്ന പക്ഷം അത് എല്ലാ വർഷവും നിർബന്ധമാവുകയും നിങ്ങൾക്കത് അസാധ്യമാവുകയും ചെയ്തേക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടുകളഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ആവശ്യമില്ലാത്തത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കാരണം നിങ്ങളുടെ പൂർവികർ നശിക്കാൻ കാരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും നബിമാരോടുള്ള എതിർപ്പുമായിരുന്നു. അതിനാൽ നിങ്ങളോട് ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ചെയ്യുക, നിരോധിച്ചത് പാടെ വർജിക്കുകയും ചെയ്യുക. മുസ്ലിം 1337 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, അമലുകളിൽ കൂടുതൽ ശ്രേഷ്ഠമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അവന്റെ ദൂതരിലുമുള്ള വിശ്വാസമാണത്. പിന്നെ എന്താണെന്ന് ചോദ്യത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്നായിരുന്നു മറുപടി. പിന്നെയോ എന്ന് വീണ്ടും ചോദ്യമുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, പരിപൂർണവും പരിപാവനമായ ഹജ്ജാണത്. ബുഖാരി 3:302 മുസ്ലിം 83 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു, തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെടാതെ കാമവികാര ശമനത്തിന് മുതിരാതെ ഹജ്ജ് പൂർത്തിയാക്കുന്നവർ മാതാവ് ജന്മം നൽകിയ നാളിലെന്ന പോലെ പാപരഹിതനായി തിരിച്ചു വരുന്നതാണ്. ബുഖാരി 3:302 303 മുസ്ലിം 1350 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്, പാപസ്പർശമല്ലാത്ത ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം. ബുഖാരി 347 മുസ്ലിം 1349 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അല്ലാഹുവിന്റെ ദൂതരെ, അതിമഹത്തായ ഒരു സുഹൃതമാണ് ധർമ്മസമരം, ജിഹാദ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തു കൊള്ളട്ടെയോ എന്നൊരിക്കൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്കൃഷ്ടമായ ജിഹാദ് പവിത്രമായ ഹജ്ജാണ്. ബുഖാരി 302 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറഫാ ദിനത്തിൽ അല്ലാഹു തന്റെ ദാസന്മാർക്ക് നരകമോചനം നൽകുന്നത്ര മറ്റൊരു ദിവസവും മോചനം നൽകുന്നില്ല. മുസ്ലിം 1348 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹജ്ജ് 9 അറഫാ ദിനം. സഹോദരങ്ങളെ ചിന്തിക്കുക, അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 അറഫാ ദിനമാണ്. ആ അറഫാ ദിനത്തിൽ അല്ലാഹു പാപമോചനം നൽകുന്നത്ര, നരകമോചനം നൽകുന്നത്ര മറ്റൊരു ദിവസവും മോചനം നൽകുന്നതല്ല എന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജിന് പോകാൻ കഴിവുള്ളവരൊക്കെ ഹജ്ജിന് പോകണേ, ഹജ്ജിന് പോകാൻ കഴിവുള്ളവരൊക്കെ ഹജ്ജിന് പോകണേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റമദാനിൽ നിർവഹിക്കുന്ന ഉംറ ഒരു ഹജ്ജിന് അല്ലെങ്കിൽ എന്നോടൊന്നിച്ചുള്ള ഒരു ഹജ്ജിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 3480 481 മുസ്ലിം 222 1256 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, ഈ ഹദീസിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമാണ്. മഹാന്മാരോടൊപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകം പവിത്രതയുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണ്? റമദാൻ പവിത്രമാക്കപ്പെട്ട ദിവസമായ റമദാനിൽ നിങ്ങൾ ഒരു ഉംറ നിർവഹിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം ഹജ്ജ് നിർവഹിക്കുന്നതിന് തുല്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ പ്രവാചകനോടൊപ്പം ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതൊരു പ്രത്യേക പവിത്രതയാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഒരു ഇബാദത്ത് ചെയ്യുന്നത് പോലും വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, അതിലേക്ക് സൂചന നൽകുന്ന ഹദീസുകൾ നമുക്ക് ലഭിക്കുമ്പോൾ പിന്നെ എന്തിനാണ് നാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ വാഴ്ത്തുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പാടുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറയുന്നതും ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലില്ലേ? പ്രവാചകന്റെ പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകന്റെ ജന്മമാസമായിരിക്കുന്ന റബീഉൽ അവ്വലിൽ നമ്മളെല്ലാവരും ആ പ്രവാചകനോടുള്ള മുഹബ്ബത്ത് ആ മനസ്സിൽ ശോഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പാടാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ വാഴ്ത്താൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. പ്രവാചകൻ പറഞ്ഞ ദീൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ കൂടുന്നതിനെ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞു തള്ളുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ റമദാൻ മാസത്തിൽ ഒരു ഉംറ നിർവഹിച്ചാൽ എന്നോടൊപ്പം ഒരു ഹജ്ജ് നിർവഹിച്ചതിന് തുല്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ോട് എന്തെങ്കിലും ഇബാദത്തുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പവിത്രതയുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുദിനത്തിന്റെ പേരിൽ, ആ ജന്മദിനത്തിന്റെ പേരിൽ നമ്മളൊന്ന് ഒരുമിച്ച് കൂടിയാൽ എങ്ങനെയാണ് ശിർക്കാകുക? സഹോദരങ്ങളെ ചിന്തിക്ക്. ബുദ്ധി മരവിച്ചിട്ടില്ലെങ്കിൽ ചിന്തിച്ചു നോക്ക്. സഹോദരങ്ങളെ ചിന്തിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഹജ്ജ് ഫർളാക്കിക്കൊണ്ടുള്ള അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോഴേക്കും എൻ്റെ പിതാവ് പഠിക്കുവാനായി കഴിഞ്ഞിരിക്കുന്നു. വാഹനത്തിൽ ഉറച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അതേ, നിനക്ക് ചെയ്യാമെന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ബുഖാരി 3300 മുസ്ലിം 1334 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് ഹജ്ജ് നിർവഹിക്കാമെന്ന് വ്യക്തം. സഹോദരങ്ങളെ ചിന്തിക്കുക. തീരെ കഴിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരാൾക്ക് ഹജ്ജ് നിർവഹിക്കാം. അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചു കൊടുത്തതാണ്. ലഖീത്ത് റളിയല്ലാഹു നിവേദനം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. എൻ്റെ പിതാവ് വയോവൃദ്ധനാണ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഹജ്ജോ ഉംറയോ അതിനുള്ള യാത്രയോ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നിന്റെ പിതാവിന് വേണ്ടി നീ ഹജ്ജും ഉംറയും നിർവഹിക്കുക. അബൂ ദാവൂദ് 1810 തിർമിദി 930 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സായിബ് റളിയല്ലാഹു അൻഹു നിവേദനം, എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഹജ്ജത്തുൽ വദാഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്നെ ഹജ്ജ് ചെയ്യിച്ചു. ബുഖാരി 461 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൗഹായിൽ വെച്ച് ഒരു യാത്രാ സംഘത്തെ കണ്ടു. നിങ്ങൾ ആരാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നവർ പറഞ്ഞു. തുടർന്ന് താങ്കൾ ആരാണെന്ന് അവർ തിരിച്ചു ചോദിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു. അപ്പോൾ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഉണ്ട്, നിനക്ക് അതിൻ്റെ തുല്യ പ്രതിഫലവുമുണ്ട്. മുസ്ലിം 1336 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന സ്ഥലം മദീനയിൽ നിന്ന് 36 മൈൽ അകലെയാണ്. കുട്ടികൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാമെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടിയെ കൊണ്ട് ഹജ്ജ് ചെയ്യിച്ചാൽ സഹായിക്ക് പ്രതിഫലമുണ്ടെന്നും ഹദീസ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ കുട്ടികളെ കൊണ്ട് ഹജ്ജ് നിർവഹിപ്പിച്ചാലും ഉംറ നിർവഹിപ്പിച്ചാലും അതിന് പ്രത്യേകം പ്രതിഫലം സഹായിക്കുന്നവർക്ക് ഉണ്ടെന്ന്, അതുപോലത്തെ പ്രതിഫലമുണ്ടെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ രേഖപ്പെടുത്തുകയാണ്. അത്രയും പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് ഹജ്ജും ഉംറയും. സഹോദരങ്ങളെ, അവസരം കിട്ടിയാൽ ഹജ്ജും ഉംറയും നിർവഹിക്കണേ. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അവസരം കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആ പുണ്യഗേഹത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ എത്രയും പെട്ടെന്ന് അവിടെ പോയി അതിന്റെ പുണ്യം കരസ്ഥമാക്കാൻ ഒരു മടിയും കാണിക്കരുത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടക കട്ടിലിരുന്നു കൊണ്ട് ഹജ്ജ് ചെയ്തു. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ സാമഗ്രികൾ വഹിച്ചിരുന്നതും ആ ഒട്ടകം തന്നെയായിരുന്നു. ബുഖാരി 3310. വാഹനത്തിലിരുന്ന് ഹജ്ജ് നിർവഹിക്കാവുന്നതാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് ബോധ്യമാകുന്നു. നമുക്കറിയാം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകളൊക്കെ വീൽ ചെയറിലിരുന്നു കൊണ്ട് ഹജ്ജ് നിർവഹിക്കാറുണ്ട്, തവാഫ് ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ, അത് അനുവദനീയമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ നമുക്ക് ബോധ്യമാകുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, ജാഹിലിയ കാലഘട്ടത്തിലെ അങ്ങാടികളായിരുന്ന ഉക്കാള്, മജിന്ന, ദുൽമജാസ് എന്നിവ ഹജ്ജ് കാലത്ത് അവിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നത് പാപമായാണ് അവർ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കി ഖുർആൻ അവതരിച്ചത് ഇങ്ങനെയാണ്: ഹജ്ജ് കാലത്ത് നാഥനിൽ നിന്ന് ധനം ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്കൊരു പാപവുമില്ല. ബുഖാരി 839 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഹജ്ജിൻ്റെ കാര്യങ്ങള്, ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങള്, ഹജ്ജിന് അവസരം കിട്ടിയാൽ അതൊക്കെ സഹോദരങ്ങളെ നമ്മളൊരു മടിയും കാണിക്കാതെ നമ്മൾ പുറപ്പെടണം. എത്രയും പെട്ടെന്ന് ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു പ്രാവശ്യം നിർവഹിച്ചവർക്ക് വീണ്ടും വീണ്ടും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഹജ്ജും ഉംറയുടെയും ബാബ് വന്നപ്പോഴാണ് സഹോദരങ്ങളെ എനിക്കൊരു കാര്യം ബോധ്യമായത്, ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. സഹോദരങ്ങളെ, ചിന്തിക്കുക. നിങ്ങൾക്കൊക്കെ ഉംറയ്ക്ക് അവസരം കിട്ടിയാൽ കുറഞ്ഞ പൈസക്ക് നമുക്ക് ഉംറയ്ക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ മക്കത്തെത്തിയാൽ മക്കയിലെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുമ്പോൾ പല ആളുകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കീഴിൽ പോകുന്നവർക്കൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ പോകാനും സന്ദർശിക്കാനുമൊക്കെ അവസരമുണ്ടാകാറുണ്ട്. പക്ഷേ മറ്റു വിഭാഗക്കാരുടെ കൂടെ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവസരം ലഭിക്കാറില്ല.
അവരതിന് പുണ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും സഹോദരങ്ങളെ, ഒരു പുണ്യവും വേണ്ടെങ്കിൽ പോലും നമുക്കൊക്കെ അവസരം ലഭിച്ചാൽ നമ്മൾ ഹിറാ ഗുഹയിലൊക്കെ ഒന്ന് കയറി നോക്കണം. ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജബലുന്നൂറിലേക്കൊന്ന് കയറി നോക്കണം. ആ ജബലുന്നൂർ താഴെ നിന്ന് മേലോട്ട് കയറുമ്പോൾ നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ത്യാഗത്തിന്റെ, വേദനയുടെ ആ ഒരു വ്യാപ്തി എത്രയുണ്ടാകുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഏത് കാലഘട്ടത്തിൽ, ജാഹിലിയ്യ കാലഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂല് ഹിറാ ഗുഹയിലേക്ക് പോവുകയാണ് ഒറ്റയ്ക്ക്, ഏകനായിരുന്നു കൊണ്ട്. എന്തിന്റെ പേരിലാണ് പോയത്? സഹോദരങ്ങളെ ചിന്തിക്കുക. നശിച്ചതായിരിക്കുന്ന ആ ജാഹിലിയ്യ കാലഘട്ടത്തില് നബുവത്ത് ലഭിക്കുന്നതിന്, പ്രവാചകന് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുള്ള ഖുറൈശികളുടെ ആ തമ്മാടിത്തരവും മോശമാക്കപ്പെട്ട ജീവിതവും കണ്ട് സഹിക്കവയ്യാതെ അല്ലാഹുവിന്റെ റസൂല് ജബലുന്നൂറിലേക്ക് പോവുകയാണ്. ജബലുന്നൂറിൽ പോയിട്ട് ഹിറാ ഗുഹയിലിരിക്കുന്നുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. സഹോദരങ്ങളെ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂല് ആ വിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫ് അവിടെ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു ഗുഹയില്ലെങ്കിൽ ഒരു ഗുഹയല്ല, പക്ഷേ രണ്ട് പാറക്കല്ലുകൾ ഇങ്ങനെ ഒരു മേൽക്കൂര പോലെ നിൽക്കുന്ന, എന്നാൽ താനിരിക്കുന്നതിന് അഭിമുഖമായിട്ട് വലിയൊരു ദ്വാരവുമുണ്ട്. ആ ദ്വാരത്തിലൂടെ നോക്കിയാൽ വിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫ് ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുന്ന, അങ്ങ് ദൂരെ കഅബ ശരീഫ് കാണാൻ സാധിക്കുന്ന ഹിറാ ഗുഹ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഏകനായിരുന്നു കൊണ്ട് സൃഷ്ടാവിനെ നമിച്ച് സൃഷ്ടാവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തം അവതരിച്ചത്. സഹോദരങ്ങളെ ചിന്തിക്കുക, നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ, മക്കത്ത് പോകാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ ജബലുന്നൂറിലേക്കൊന്ന് കയറി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗത്തിന്റെ വേദന എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ മലയൊന്ന് കയറി നോക്കണം. ആ മല ഇങ്ങനെ, ഇന്ന് നമുക്ക് മല കയറാൻ സ്റ്റെപ്പുകളുണ്ട്, എന്നാൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതിന് സ്റ്റെപ്പുകളില്ല. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ആ മല അല്ലാഹുവിന്റെ റസൂൽ കയറിയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണവുമായിട്ട് കയറിയത് അവിടുത്തെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നില്ലേ? സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് അവർ അനുഭവിച്ച ത്യാഗത്തിന്റെ വേദന. ആ ത്യാഗത്തിന്റെ 100 പോലും നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ടോ? എന്നിട്ട് പറയുന്നു ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അതൊക്കെ വേണ്ടി വരുമെന്ന്. എന്തെങ്കിലും ഹറാമ് കടന്നു വരുമ്പോഴേക്ക് ആ ഹറാമിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്നത് എന്താ? ഇന്നത്തെ കാലത്ത് ജീവിച്ചാൽ അതൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ എന്ന്. സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂല് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് സമൂഹത്തിലെ ജീവിത രീതി കണ്ടുമെടുത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിലേക്ക് പോയിരുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ജീവിത രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് ഹറാമ് കടന്നു വന്നാലും നമ്മൾ പറയുന്നു ഇന്നത്തെ കാലത്ത് നാം എങ്ങനെ അതൊക്കെ നോക്കി ജീവിക്കുമെന്ന്. എന്നാൽ സഹോദരങ്ങളെ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ ത്യാഗം സഹിച്ചുകൊണ്ട്, അവിടുത്തെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിച്ച കാലഘട്ടം, ആ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ആ ത്യാഗത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. സഹോദരങ്ങളെ ചിന്തിക്കുക. മുജാഹിദ് വിഭാഗത്തിന്റെ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച വേദനയുടെ വ്യാപ്തി അറിയണമെങ്കിൽ ഒരു പുണ്യവുമില്ലെന്ന് നിങ്ങൾ പറയുന്ന ആ മലയൊന്ന് കയറി നോക്കണം. ആ മല മാത്രമല്ല, അപ്പുറത്ത് ജബലുസ്സൗറുണ്ട്.
അപ്പുറത്ത് സൗർ ഗുഹയുടെ മലയുണ്ട്. ആ മലയും നിങ്ങൾ കയറണം. അവസരം കിട്ടിയാൽ കയറണം. അത് കയറുമ്പോഴും നമുക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ നീയലായി വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച വേദന, അവരൊക്കെ അനുഭവിച്ച അന്നത്തെ ത്യാഗത്തിന്റെ ആ വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ ഈ 2 മലകളും ഒന്ന് കയറി നോക്കണം, ഒരിക്കലെങ്കിലും കയറി നോക്കണം. അപ്പോഴേ നിങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച അവിടുത്തെ സഹാബക്കൾ അനുഭവിച്ച വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ത്യാഗങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാകണമെങ്കിൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക തന്നെ വേണം. നിങ്ങളൊരു പുണ്യവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച വേദനയുടെ വ്യാപ്തി മനസ്സിലാക്കുമെന്നത് പേടിച്ചിട്ടാണോ നിങ്ങൾ അതിനൊരു പുണ്യവുമില്ല, അവിടെ സന്ദർശിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. നിങ്ങൾക്ക് മക്കത്ത് പോകാൻ അവസരം ലഭിച്ചാൽ ഈ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഒരിക്കലെങ്കിലും നിങ്ങൾ കയറാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഒരു മലയെങ്കിലും നിങ്ങൾ കയറാൻ ശ്രമിക്കണം. അപ്പോൾ മനസ്സിലാകും അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ത്യാഗത്തിന്റെ വേദന. സഹോദരങ്ങളെ ചിന്തിക്കുക. ത്യാഗത്തിന്റെയും വേദനയുടെയും വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഒരു മലയെങ്കിലും കയറാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. ആ മല കയറിയ പല ആളുകളുമുണ്ട്, കൂടുതൽ ആളുകളും കയറാറുണ്ട്. പക്ഷേ പല ആളുകളും പകുതി കയറി മാത്രമാണ് തിരിച്ചു പോരാറുള്ളത്. ഇന്ന് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടിട്ട് പോലും പല ആളുകൾക്കും പൂർണ്ണമായി കയറാൻ സാധിക്കുന്നില്ല. എന്നാൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ആ മല കയറുന്നവരുണ്ട്. ഹുബ്ബ് റസൂലല്ലാതെ പിന്നെന്താണ് അവരുടെ മനസ്സിൽ? പ്രവാചകന്റെ ആ ത്യാഗത്തിന്റെ വേദന മനസ്സിലാവാഹിച്ചിട്ടില്ലാതെ എങ്ങനെയാണ് അവർക്കൊക്കെ ആ മല കയറാൻ സാധിക്കുക? അവരൊക്കെ ആ മല കയറുന്നത്? സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. അതിന്റെ മുകളിൽ പോയി നിന്നുകൊണ്ട് താഴോട്ടൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച വേദനയുടെ വ്യാപ്തി എത്രയാണെന്ന്, അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ത്യാഗത്തിന്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ആ മലയൊന്ന് കയറി നോക്കണേ. മക്കത്ത് പോയവരുണ്ടെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ പോയവർക്ക് സൗകര്യമാണ്. ജോലിക്ക് വേണ്ടി നാം അവിടെ പോയി. പക്ഷേ നമ്മൾ ആരും ഒരു ഉംറ നിർവഹിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നിങ്ങളൊക്കെ ഏറ്റവും നഷ്ടക്കാരിൽപ്പെട്ടവർ തന്നെയാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ. ജോലിക്ക് വേണ്ടി നിശ്ചലമായ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച മണ്ണിലേക്ക് നാം പോയി. എന്നിട്ട് മക്കയിൽ പോയി ഉംറ നിർവഹിക്കുകയോ മദീനയിൽ പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് ഒന്ന് പോയിക്കൊണ്ട് ഒരു സലാം പറയാൻ പോലും നമുക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമാക്കപ്പെട്ട കാൽപാദങ്ങൾ പതിഞ്ഞ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന രാജ്യത്ത് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് മക്കയിൽ പോകാനും മദീനയിൽ പോകാനും സമയം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പരാജിതർ. യാതൊരു സംശയവുമില്ല കേട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടേക്ക് പോകുന്ന സുഹൃത്തുക്കളെ, അവിടേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്ന സുഹൃത്തുക്കളെ, ഒരിക്കലെങ്കിലും അങ്ങ് മക്കയിലും ഒരിക്കലെങ്കിലും മദീനയിലും പോയിട്ട് ആ പുണ്യം നിങ്ങൾ കരസ്ഥമാക്കണേ. ഒരിക്കലും നിങ്ങളതിന് വിമ്മിഷ്ടം കാണിക്കരുത് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ച ആ ത്യാഗത്തിന്റെ വേദനകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, ആ ത്യാഗങ്ങളുടെ വ്യാപ്തികളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരിക്കലെങ്കിലും ആ മലകളൊക്കെ ഒന്ന് കയറി നോക്കണേ സഹോദരങ്ങളെ. ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പറയാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. ഉംറ നിർവഹിച്ചവർക്ക് വീണ്ടും വീണ്ടും ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യമദീനയിലേക്ക് ചെന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ ചെന്നുകൊണ്ട്
അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് പോയവർക്ക് വീണ്ടും പോകാത്തവർക്ക് ഒരിക്കലെങ്കിലും അവിടെ പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. പോയവർക്ക് വീണ്ടും വീണ്ടും അവിടെ ചെല്ലാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സുദീർഘമായ ഒരു അധ്യായമാണ് പറയാനുള്ളത്. ധർമ്മയുദ്ധത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധങ്ങളുടെ മാഹാത്മ്യങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളെല്ലാവരും ഈ പാപിയായ എന്നെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.